തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ നിരവധി ചാഞ്ചാട്ട കഥകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതാ ഇവിടെ മറ്റൊരു അപൂർവ ചാട്ടം. അന്ന് നഗരസഭയിലെ വലിയ ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇത്തവണ മറുചേരിയിലാണ് മത്സരം. 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് നഗരസഭയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സന്ധ്യയാണ് ഇത്തവണ അതേ വാർഡിൽ LDFന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. മാസങ്ങൾക്കു മുൻപ് കൗൺസിലർ സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ട് CPMലെത്തിയ സന്ധ്യ ഷൊർണൂർ നഗരസഭയിലെ 33-ാം വാർഡ് അന്തിമഹാകാളൻചിറയിലാണ് മത്സരത്തിനിറങ്ങിയിട്ടുള്ളത്. 2015 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി 135 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സന്ധ്യ വിജയിച്ചത്. തുടർന്ന് 2020 നടന്ന തിരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 452 വോട്ടിന്റെ ചരിത്ര വിജയം നേടി. എന്നാൽ 5 വർഷത്തെ ഭരണകാലാവധി പൂർത്തിയാക്കുന്നതിന് 2 മാസം മുൻപ് സന്ധ്യ കൗൺസിലർ സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് വിട്ടു. MP ഫണ്ടിൽ നിന്നും VK ശ്രീകണ്ഠൻ ഒരു ഹൈമാസ് ലൈറ്റ് പോലും അനുവദിച്ചില്ലെന്നും വാർഡിന്റെ വികസനത്തിന് MP ഫണ്ട് നൽകിയില്ലെന്നും ആരോപിച്ചായിരുന്നു രാജി. കഴിഞ്ഞ 2 മാസം മുൻപ് CPMലേക്ക് ചേക്കേറിയ സന്ധ്യയ്ക്ക് പാർട്ടി അന്തിമഹാകാളൻചിറയിൽ തന്നെ സീറ്റ് നൽകി. പാർട്ടിയെ നോക്കിയല്ല, വ്യക്തിയെ നോക്കിയാണ് ജനങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ വോട്ട് നൽകിയതെന്നും ആ പിന്തുണ ഇത്തവണയും വാർഡിലെ വോട്ടർമാർ എനിക്ക് നൽകുമെന്നും സന്ധ്യ പറഞ്ഞു. 2015 മുതൽ 2020 വരെ 2 ടൈമുകളിലായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇത്തവണ ഞാൻ കാരിവാൾ ചിറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുന്നത്. 10 വർഷവും ഞാൻ ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്തവണയും എന്നെ തന്നെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് നിന്നിട്ട് പാർട്ടി MP ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ വാർഡിലേക്ക് ചോദിച്ച വികസന പ്രവർത്തനങ്ങൾ തരാത്തതിനാലാണ് ഞാൻ രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഭരണകക്ഷി എന്ന നിലയിൽ കാരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലേക്ക് കൂടുതൽ വികസനങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തവണ മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഷൊർണൂർ നഗരസഭയിൽ നിന്ന് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് 452 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. ജനങ്ങൾ എന്നെ മറക്കില്ല എന്ന്, സന്ധ്യ എന്നെ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 2 തവണയും CPIയുടെ സീറ്റായിരുന്ന അന്തിമഹാകാളൻചിറയിൽ ഇത്തവണ CPM സ്ഥാനാർത്ഥിയായാണ് സന്ധ്യയെ പാർട്ടി മത്സരത്തിനിറക്കിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് വിനീതയും BJPയുടെ രശ്മിയും വാർഡിൽ ശക്തമായി മത്സരം കാഴ്ചവെക്കാൻ രംഗത്തുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.